ഏറ്റവും കൂടുതൽ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം. പക്ഷെ അതിനനുസരിച്ച് റോഡുകൾ വലുതാവണില്ല, അതിനനുസരിച്ച് ഫ്ലൈ ഓവറുകളും കാര്യങ്ങളും വരണില്ല. ഇപ്പം ഞാൻ കോയമ്പത്തൂരാണ് ഷൂട്ടിങ്. കോയമ്പത്തൂർ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി വന്നൊരു ഫ്ലൈ ഓവർ ഇനാഗ്രേഷൻ 10 കിലോമീറ്ററാണ്. അതായത് ആ സിറ്റിയുടെ നടുഭാഗത്ത് നിന്ന് കയറി നേരെ എയർപോർട്ടിൽ കൊണ്ടിറങ്ങും. അവിടെ അപ്പം മാത്രമല്ല അവിടെ എത്ര ഫ്ലൈ ഓവർ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ പണ്ട് ഞാൻ കോയമ്പത്തൂർ പോകുമ്പോൾ ഒരു 30-35 കൊല്ലത്തിന് മുമ്പ് എൻ്റെ കസിൻ അവിടെ ഉണ്ട്. അപ്പോഴൊക്കെ പോകുന്ന സമയത്ത് ഒരേ ഒരു ഫ്ലൈ ഓവറാണ്. അന്ന് ഈ ഫ്ലൈ ഓവർ കണ്ടിട്ട് അയ്യോ എന്ത് രസമായിരിക്കും കാണാനെന്ന്. ആ ഫ്ലൈ ഓവർ ഒരു തേങ്ങയല്ല ഇപ്പം, അത് ആ കൂടെ ഒരു 1.5 അടി നീളത്തിലൊരു സാധനം. ഇപ്പം അതിഭയങ്കരമായ ഫ്ലൈ ഓവേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പം അതുപോലെ നമുക്കിവിടെ വരണില്ല. ഇവിടുത്തെ ട്രാഫിക് നമുക്ക് ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം കൊച്ചിയിൽ നിന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന വൈറ്റിലയിലോ കടവന്ത്രയിലോ ആണെങ്കിൽ ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകണമെങ്കിൽ പണ്ട് നമുക്കൊരു കണക്കൂട്ടിലുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് പോകണമെങ്കിൽ 1 മണിക്കൂറും എത്തണം. അപ്പം നമ്മൾ അതിനൊരു 3/4 മണിക്കൂറും ഇറങ്ങിയാൽ മതി. പക്ഷെ 3/4 മണിക്കൂറൊക്കെ സ്വപ്നത്തിലാണ്. ഇപ്പം കഷ്ടാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മണിക്കൂറായാലും എത്തൂല അവിടെ. അപ്പം എത്ര നേരത്തെ ഇറങ്ങണം നമുക്ക് പോലും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ കളമശ്ശേരി ചെന്ന് ചുറ്റി തിരിഞ്ഞ് ഇടവഴി കൂടെയൊക്കെ അത് അറിയാവുന്നവനാണെങ്കിൽ അതുവഴി പോകാം. ഇത് അതുമല്ലെങ്കിൽ നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ബ്ലോക്ക് വരും ഒന്നും നമുക്ക് നിശ്ചയിക്കാവില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ട്രാഫിക്. മറ്റേത് എനിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ എയർപോർട്ടിൽ പോകണമെങ്കിൽ ഫ്ലൈറ്റ് 1 മണിക്കൂറുണ്ട്. എനിക്ക് അതിനൊരു 15 മിനിറ്റും ഇറങ്ങി, അതിൽ 20 മിനിറ്റും ഇറങ്ങി. 20 മിനിറ്റ് മതി മാക്സിമം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എയർപോർട്ടിൽ എത്താൻ. അപ്പം അങ്ങനത്തെ കുറേ സൗകര്യങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ 1 കിലോമീറ്റർ.